അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള പഠനം കഴിഞ്ഞ് വിരസത മാറ്റാനാണ് സുഹൃത്തുക്കളായി 12 പേർ മലമ്പുഴയിലേക്ക് യാത്ര പോയത്. സുഹൃത്തുക്കൾ എല്ലാവരും ആടിപ്പാടി പോകുന്ന ഉല്ലാസയാത്രകൾ പലപ്പോഴും മരണവാർത്തയ്ക്ക് അടിസ്ഥാനമായി മാറുമ്പോൾ പലപ്പോഴും സങ്കടം തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഓരോ കുഞ്ഞുകുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവർ മരിക്കുന്ന വാർത്തകൾ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. 12 പേർ മലമ്പുഴയിലേക്ക് യാത്ര പോയ വാർത്ത കേൾക്കുമ്പോൾ തന്നെ കുടുംബ ഇരട്ടയായില്ലെ സ്വകാര്യ ഫാർമസി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായിരുന്നു ഷമീൽ ഉൾപ്പെടെ 8 പേർ. 4 പേർ ഇവരുടെ ജൂനിയർ വിദ്യാർത്ഥികളും. ഞായറാഴ്ചകളിൽ 12 പേരും എവിടേക്കെങ്കിലും യാത്ര പോകുന്നത് പതിവായിരുന്നു. കൊടുമ്പിലെ ഹോസ്പിറ്റലിൽ നിന്നും 13 കിലോമീറ്റർ മാത്രം അകലെയുള്ള മലമ്പുഴയിൽ വൈകിട്ട് 4ഓടെയാണ് സംഘം എത്തിയത്. നീന്തൽ അറിയാമായിരുന്ന 8 പേർ ഡാമിലേക്ക് ഇറങ്ങി. ഷമീൽ, നിയാസ്, മിർഷാദ്, റയാൻ എന്നിവർ കുറച്ചധികം ദൂരേക്ക് നീന്തിപ്പോയി. പിന്നീട് തിരികെ എത്തി നോക്കിയപ്പോൾ ഷമീലിനെ കണ്ടില്ല. ഡാമിനോട് ചേർന്നുള്ള ദ്വീപിൽ കയറിയിട്ടുണ്ടാകുമെന്നാണ് ആദ്യം കരുതിയത്. തിരച്ചിൽ നടത്തിയിട്ടും കാണാതായതോടെ അപകടം തിരിച്ചറിഞ്ഞു. ഷമീലിനെ കാണാതായ സ്ഥലത്ത് ചെളിയുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തിന്റെ ജീവൻ മലമ്പുഴ ഡാമിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞത് സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് പറയുന്നത്. കൈവരികളില്ലാത്ത മലമ്പുഴ ഡാമിന്റെ റോഡിനെ കുറിച്ചും മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ അപകടകരമായ ഇടങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പലരും വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. വാർത്ത കണ്ട് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥും A പ്രഭാകരൻ MLAയും സുരക്ഷ ഒരുക്കാൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല എന്നതാണ് സത്യം. ഡാമിന്റെ പ്രവേശന ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും പോലീസുകാർ ഉണ്ടാകാറില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. സന്ദർശകർ ഡാമിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ജലസേചന വകുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡും നിർജീവമാണ്. മലമ്പുഴ ഡാമിന്റെ ദൃഷ്ടിപ്രദേശത്ത് മഡ് റേസ് വരെ പലപ്പോഴായി നടന്നിട്ടുണ്ട്. ഓഫ് റോഡ് വാഹനങ്ങളുടെ ഓട്ട മത്സരമാണ് മഡ് റേസ് എന്ന് പറയുന്നത്. അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോലീസോ ജലസേചന വകുപ്പോ അറിഞ്ഞിരുന്നില്ല. നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായതുമില്ല. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് 8 അടി വരെ താഴ്ചയുള്ള കുഴികളുണ്ട്. മഴ പെയ്തതോടെ കുഴി നിറഞ്ഞു. ഇതറിയാതെ ഇറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റ് വ്യക്തികൾ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലെ ആളുകൾക്ക് ഈ കുഴി അറിയണമെന്നില്ല. എന്തിന് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും ഇതറിയണമെന്നില്ല. അവരുടെ അടുത്തേക്കാണ് ഈ കുഴി എത്തുന്നത്. മഴ പെയ്തതോടെ പാറകളിൽ വഴുക്കലുണ്ട്. ഡാമിന്റെ വശങ്ങളിലുള്ള പാറകളും മുകളിലൂടെ സന്ദർശകർ കയറി നിൽക്കാറുണ്ട്. ഇത് അപകടമാണെന്ന് നാട്ടുകാർ പറഞ്ഞാലും പലരും കേൾക്കാറില്ല. സന്ദർശകരും നാട്ടുകാരും തമ്മിൽ ഇതിന്റെ പേരിൽ തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ തന്നെ ഈയൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമ്പോഴും റിപ്പോർട്ടുകൾ അനുസരിച്ച് സമർപ്പിക്കുമ്പോഴും തന്നെ പുറത്തുവരുന്ന വാർത്തകളെ വ്യക്തമാക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്.